നക്ഷത്രവീതി പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഈ മാസം, അതായത് ജനുവരി മാസം 14-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 12-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക്, അതായത് മകരമാസത്തിൽ എങ്ങനെ ആണ് ബലചിന്തയിൽ എന്നുള്ളതാണ് ആദ്യമായിട്ട് കാണേണ്ടത്. അപ്പോൾ ഈ മകരമാസം പൊതുവെ വ്യാഴത്തിന് കാര്യമായ മാറ്റങ്ങളില്ല, എന്നാൽ ശുക്രന് മാറ്റങ്ങളുണ്ട്, ചൊവ്വയ്ക്ക് മാറ്റങ്ങളുണ്ട്, ശനിക്ക് കാര്യമായൊരു മാറ്റങ്ങളില്ല. അപ്പോൾ എന്നിരുന്നാലും ചരരാശി പ്രകാരം വരുന്ന കാര്യങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് 12 കൂറുകളായി വരുന്ന ബലചിന്തയിലാണ് ആദ്യമായി കാണേണ്ടത്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗേ ഉള്ളൂ കൂടി വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ സമാധാനങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവാം എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നുകൊണ്ട് പോകുന്ന ചില അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മേടൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ 2-ൽ തന്നെയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാഴത്തിനൊരു വക്രദിശ ഉണ്ട്, എന്നിരുന്നാലും കാര്യമാക്കേണ്ടതില്ല. വക്രം കൊണ്ട് അവർക്ക് ദോഷവശങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് വാക്ക്, പ്രവൃത്തി, കർമ്മം ഈ വക കാര്യങ്ങളിൽ ചില കാര്യസാധ്യങ്ങളാണ് സംഭവിച്ചു പോകേണ്ടത് പറയും. അപ്പോൾ എല്ലാ നിലവാരത്തിലും ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാവാം. അതായത് ഭൂമി, വാഹനം എന്നിവയെല്ലാം കിട്ടാവുന്ന അവസരങ്ങളും കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളുടെ സംതൃപ്തിയും പുതിയ ജോലി കാര്യങ്ങൾക്ക് അനുകൂലമാവുന്ന ചില ഉത്തരവുകൾ കൈപ്പറ്റാവുന്ന അവസരങ്ങളും ഒക്കെ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്ന്, വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷാ വിജയം, അതുപോലെ തന്നെ സമാധാനം കിട്ടുന്ന അവസരങ്ങൾ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവർക്ക് 12-ൽ, അതായത് മീനം രാശിയിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീക്ഷ്ണമായിട്ട് വളരെ സമാധാനമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ശുക്രനെ കൊണ്ട് ചില ദോഷങ്ങൾ വരാമെന്നാണ്. ലഗ്നാധിപൻ ചൊവ്വയാണെങ്കിലും ലഗ്നാധിപന് വിപരീത ദോഷങ്ങൾ വരുന്നത്, അതായത് 2-ാം ഭാവം, അതിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴമാണ്. ശരിക്കും 2-ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ അതിൽ വന്ന ഒരു ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആഗ്രഹിച്ച പോലെ മംഗല്യ കാര്യങ്ങൾ നടക്കാൻ ചില പ്രയാസങ്ങളുണ്ടാവും എന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഉദ്ദേശിച്ച പോലെ വിവാഹ കാര്യങ്ങൾ ചില തർക്കങ്ങളോ ദോഷങ്ങളോ വരാം. അത് ഇല്ലാതിരിക്കാനുള്ള ഉപാധികൾ കൂടി അല്ലെങ്കിൽ വഴികൾ കൂടി കണ്ടെത്തുമ്പോൾ അതിനൊരു പരിഹാരങ്ങളാവും. അതേപോലെ തന്നെ വാക്കുകൊണ്ടും സമാധാനം കിട്ടുന്ന അവസരങ്ങളും സന്തോഷങ്ങൾ വരുന്ന സ്ഥിതിയിലും കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ദോഷങ്ങളില്ലാത്തൊരു സ്ഥിതിയിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 2 ഗ്രഹങ്ങൾ, അതൊന്ന് രാഹുവാണ്, മറ്റൊന്ന് ശുക്രനാണ്. ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ലഗ്നാധിപനായ ചൊവ്വയെ കൊണ്ടും ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. തീർച്ചയായിട്ടും ഈ മകരത്തിൽ മകരച്ചൊവ്വ എന്നൊക്കെ പറയുന്നത് ചൊവ്വയ്ക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ചകൾ വരുന്നൊരു സമയമാണ് മകരത്തിൽ വരുന്ന ചൊവ്വയ്ക്ക്. ചൊവ്വയുടെ തിരി സഞ്ചാരം ഇതിലൊക്കെ വരുന്ന ചില മാറ്റങ്ങൾ. അപ്പോൾ ലഗ്നാധിപനിലേക്ക് അല്ലെങ്കിൽ മേടൻ രാശിക്ക് ചൊവ്വ ചില ദോഷങ്ങൾ വരുത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മേടൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ 3 ഗ്രഹങ്ങൾ ഇവർക്ക് ദോഷസ്ഥാനത്തായിട്ടാണ് കാണേണ്ടത്. വെച്ചാൽ കടുത്ത ദോഷങ്ങളല്ല, എന്നിരുന്നാലും ഒരു ചെറിയ ദോഷങ്ങൾ തന്നെയാണ് താനും. അപ്പോൾ ജോലിക്കാർക്കാണെങ്കിൽ ചെറിയ മാനസിക പ്രയാസങ്ങൾ വരുന്ന പറയും. അതുപോലെ തന്നെ ഇത് എല്ലാം ശരിയാവുമ്പോഴും മനസ്സിന് ഒരു പൂർണ്ണമായ ഒരു സ്വസ്ഥത കിട്ടാത്ത അവസ്ഥ. അതുപോലെ തന്നെ കുടുംബങ്ങളിലെ വാക്ക് തർക്കങ്ങളോ ദോഷങ്ങളൊക്കെ വരിക, ഇതൊക്കെ ഉള്ളിൽ വരുന്ന ചില വേദനകളാണ്. എന്നാൽ ഇവർക്ക് മറ്റുള്ള കാര്യങ്ങൾ പുറമേ വളരെ സമാധാനങ്ങളും കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചും അതുപോലെ തന്നെ ഭവന കാര്യങ്ങളിലും ധനകാര്യങ്ങളിലൊന്നും യാതൊരുവിധ ദോഷങ്ങളില്ല താനും. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പറയത്തക്ക ദോഷങ്ങളില്ല. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ
വരുംവരായ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ട് ഒരാളോട് പറയാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ കഴിയാത്ത അവസരങ്ങളും അതുകൊണ്ട് വരുന്ന വേദനകൾക്കൊക്കെ തീർച്ചയായിട്ടും പരിഹാരം കാണാനും ചൊവ്വ എന്ന ഗ്രഹത്തിന് കഠിന പായസം, വിളക്ക്, മാല അത് ഭഗവതി ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. തട്ടകത്തിലായാൽ ദോഷങ്ങളില്ല പറയാം, കഴിക്കുക. അതുപോലെ തന്നെ രാഹുവിനെ കൊണ്ട് ചെറിയ ഭയപ്പാടോ ദോഷങ്ങളോ ഒക്കെ വരാമെന്ന് പറയാം. അത് നാഗക്ഷേത്രത്തിൽ കഴിയും വഴിപാടായി കഴിച്ചുകൊണ്ട് ദോഷങ്ങളില്ലാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിനും ഒരു പരിഹാരവും. പിന്നീട് ശുക്രൻ എന്ന ഗ്രഹത്തിനാണ്. ഇത് ചില പ്രയാസങ്ങളോ അല്ലെങ്കിൽ ചില തർക്കങ്ങളൊക്കെ വരുത്താം. ഇതിന് ഹനുമാൻ സ്വാമി തന്നെയാണ് ഉത്തമ പ്രതിവിധി. ഹനുമാൻ സ്വാമിക്ക് ഒരു വഴിപാട് കഴിക്കുക. അത് വെറ്റില മാല മതി അലങ്കാരത്തിനായിക്കൊണ്ട്. അതുപോലെ തന്നെ ഒരു നെയ്വിളക്കും, അതുപോലെ തന്നെ അവിൽ നിവേദ്യം കഴിക്കുക. അപ്പോൾ 3 വഴിപാട് ഹനുമാൻ സ്വാമിക്ക് ആകുമ്പോൾ ഈ 3 ക്ഷേത്ര വഴിപാടുകളായി. നാഗങ്ങൾക്കും അതുപോലെ തന്നെ ഭഗവതിക്കും ഹനുമാൻ സ്വാമിക്കും. ഈ 3 വഴിപാട് കൊണ്ട് തന്നെ ഇവർക്ക് വരുന്ന ദോഷത്തിന് തീർച്ചയായിട്ടും ഒരു പരിഹാരങ്ങളായിക്കൊണ്ട് പൂർണ്ണമായും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. ഉദ്ദേശ പോലെ തന്നെ നടക്കാനും അതുപോലെ തന്നെ ഈ ഭഗവത് സേവ വഴിപാട് കഴിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ അത് വൈകുന്നേരത്തെ ആയിരിക്കാൻ സാധ്യതയില്ല എങ്കിലും ഉദയത്തിൽ തന്നെ കാര്യസാധ്യ മുട്ടുകൂടി തീർക്കുമ്പോൾ പൂർണ്ണമായും സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇടവൻ രാശിയിലെ കാർത്തികയുടെ 3/4 ഭാഗം രോഹിണി, മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ആളുകൾക്കും ഈ മാസത്തിൽ, അതായത് മകരമാസത്തിൽ ഇവർക്ക് ലഗ്നാൽ വരുന്ന വ്യാഴത്തിനെ കൊണ്ട് ചെറിയ തടസ്സ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അത് മാറിക്കൊണ്ട് പൂർണ്ണമായ ഒരു സമാധാനത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ് മറ്റ് ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുതിയ ജോലി പ്രവേശിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കാണേണ്ടത് ഈ മകരമാസം എന്ന് പറയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പറയത്തക്ക ദോഷങ്ങളില്ല എങ്കിലും ഇവർക്ക് കഠിനമായ ദോഷങ്ങൾ എന്ന് പറയുന്നത് ബുധനെ കൊണ്ട്. അപ്പോൾ ഇവരുടെ 2ാം ഭാവം മിഥുനൻ രാശിയിൻ്റെ അധിപൻ വരുന്ന ബുധനാണ്. അത് ചില മൗഢ്യ സഞ്ചാരങ്ങളുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇവർ ബുധൻ എന്ന ഗ്രഹത്തിന് ഒരു വഴിപാട് കഴിക്കുക. അത് വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കുക. അതുപോലെ തന്നെ ഇവരുടെ വരുംവരായ കാര്യങ്ങൾ മറ്റൊരാളോട് പറയാതിരിക്കുന്നതും ഒരു നല്ല വഴി തന്നെയാണ്. ഒരുമിച്ച് നിൽക്കുന്നവരിൽ തന്നെ ചെറിയ ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ മനസമാധാനം കുറയുന്ന വാക്കുകളോ കേൾക്കേണ്ട അവസരങ്ങൾ വരാമെന്നാണ് പറയാം. അതുപോലെ തന്നെ ഇവർക്ക് കൂടെ നിന്നവരിൽ തന്നെ ചില വഞ്ചനാ സ്വഭാവങ്ങൾ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത്. അത് തീർത്തും ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതീവ രഹസ്യമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് കാര്യസാധ്യത്തിനായിക്കൊണ്ട് തന്നെ ദേവീ ക്ഷേത്രത്തിലെ കാര്യസാധ്യമുട്ട്, അതുപോലെ തന്നെ ദേവിക്കൊരു വഴിപാട് കഴിക്കുക, ഹനുമാൻ സ്വാമിക്കും ഒരു വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇത് ഒരു കഴിയും വഴിപാട് കഴിച്ചാലും കാര്യങ്ങൾ സാധിക്കുന്ന സ്ഥിതിയിലാണ്. എങ്കിലും സർവത്ര കാര്യസാധ്യത്തിനായിട്ടുള്ള കാര്യസാധ്യ പൂജകളോ അല്ലെങ്കിൽ കാര്യസാധ്യ വഴിപാടുകളായിക്കൊണ്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊന്നൊരു പരിഹാരങ്ങളായിക്കൊണ്ട് സമാധാനം കിട്ടും. അതേപോലെ തന്നെ ഇവരുടെ 2ാം ഭാവത്തിൻ്റെ ചിന്തകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ വഴിപാട് കഴിക്കുമ്പോൾ എല്ലാ നിലവാരത്തിലും ഇവർക്ക് മാനസിക പ്രയാസങ്ങൾക്കൊക്കെ ഒരു കുറവ് വന്നുകൊണ്ട് സമാധാനത്തോടെ പോകാൻ കഴിയും. എങ്കിലും ചില പരാധീനത വാക്കുകൾ കേൾക്കേണ്ടതോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾക്ക് വിപരീതമായിക്കൊണ്ട് മേൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ മുതിർന്നവരിൽ നിന്നോ ശകാരങ്ങളോ ശകാര വാക്കുകളോ കേൾക്കേണ്ട അവസരങ്ങളോ നീർക്കെട്ട് തുടങ്ങി ചെറിയ ദോഷങ്ങളോ ഒക്കെ സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ദേഹകർമ്മ മുട്ടുകൾ ഭദ്രകാളി പോലെ ക്ഷേത്രത്തിൽ തീർക്കുമ്പോൾ അതിനും ഒരു പരിഹാരങ്ങളായിട്ട് സമാധാനത്തോടുകൂടെ ഈ രാശിക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മിഥുന രാശിയിലെ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര,
പുണർദത്തിൻ്റെ മുക്കാ ഭാഗം ചേർന്ന് വരുന്ന ഈ രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മിഥുന രാശിയിൽ ആദ്യത്തെ അരനാഴിക മകീരങ്ങളാണെങ്കിലും തിരുവാതിര പൂർണ്ണമായിട്ടും പുണർദത്തിൻ്റെ മുക്കാ ഭാഗം ചേർന്ന് വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മകരമാസത്തിൽ ഇവർക്ക് ചില വിചിത്ര അനുഭവങ്ങളാണ് സംഭവിക്കേണ്ടതെന്ന് പറയാം. ഈ വിചിത്ര അനുഭവങ്ങളെന്ന് പറയുന്നത് അതായത് എന്തൊക്കെയോ നഷ്ടപ്പെടും എന്നുള്ള തോന്നലുകളും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ആശ്വാസവാക്കുകളല്ലാത്ത ചില കേൾവികളും കൂടെ നിന്നുകൊണ്ട് തന്നെ പിന്നിൽ നിന്നും കുത്തുന്ന ഒരു വാക്ക് അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പോൾ പിൻചതി ഒക്കെ സംഭവിക്കുന്ന ഒരു സ്ഥിതിയും അറിയാതെ ധനം ചെലവഴിച്ചു പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. ഇത് ചെറിയ ചില മനോവേദനകളൊക്കെ ഇടവരും. അതുപോലെ തന്നെ എത്രയും വിശ്വസിച്ചവരിൽ നിന്ന് വിശ്വാസവഞ്ചനകൾ കേൾക്കേണ്ട അവസരങ്ങൾ വരും. വിദ്യാർത്ഥികളാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ്. വിദ്യയ്ക്ക് മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ വിദ്യ ദോഷത്തിലാവുന്ന സാധ്യതകളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പ്രമോഷൻ അല്ലെങ്കിൽ ഉയർച്ചകൾ കിട്ടേണ്ട അവസരത്തിൽ കൂടെ നിൽക്കുന്നവർ തന്നെ ചില വിശ്വാസവഞ്ചനകൾ വന്നുകൊണ്ട് അതിനും തടസ്സങ്ങൾ വരാമെന്നാണ് പറയാം. അപ്പോൾ ഇവരുടെ 7ാം ഭാവം എന്ന് പറഞ്ഞ ധനുരാശി, അതിൻ്റെ അധിപൻ വരുന്നത് ശുക്രനാണ്, ലഗ്നാധിപൻ ബുധനുമാണ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളുടെയും പരസ്പര ദൃഷ്ടി ഭാവദോഷങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ നിരപരാധിത്വങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ നിരപരാധിത്വം തെളിയാതെ കണ്ട് ഇവർ ചില വഞ്ചനകൾക്കകപ്പെട്ടു എന്ന് തോന്നൽ വരുന്നതും ഇതുകൊണ്ട് മാനസിക പ്രയാസങ്ങളോ അല്ലെങ്കിൽ മാനസികമായി വരുന്ന അസുഖങ്ങളോ ദേഹദോഷങ്ങളൊക്കെ ആയി ഉത്ഭവിക്കാമെന്നാണ് എടുത്തു പറയേണ്ടത്. അതാണ് വിചിത്രം. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ ഒരു പ്രൊമോഷനൊക്കെ സാധ്യതകളുണ്ടെങ്കിലും അത് തർക്കപ്പെടുക അല്ലെങ്കിൽ തടസ്സപ്പെടുക ചെയ്യുന്ന അവസരങ്ങളുണ്ടാകാമെന്ന് പറയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പഠിച്ച വിദ്യ കൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുമ്പോഴും കൂടെ നിൽക്കുന്നവരുടെ വാക്ക് തെറ്റാവുന്ന അവസരത്തിൽ തെറ്റാവുന്ന പോലെ പോയിക്കൊണ്ട് നഷ്ടങ്ങൾ വരാനുള്ള അവസരങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നതും മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ലഗ്നാധിപൻ ബുധനായതുകൊണ്ട് തന്നെ ബുധനായിക്കൊണ്ടൊരു ക്ഷേത്രമില്ല. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ പാനകം വഴിപാട് കഴിക്കുക. ഇത് എല്ലാ ശത്രുദോഷത്തിനും ഉതകുന്നതാണ്. 30 വ്യാഴമോ അല്ലെങ്കിൽ ആദ്യത്തെ വ്യാഴം എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വഴിപാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ശത്രുദോഷത്തിൻ്റെ പരിഹാരവും പിന്നീട് ഇവർക്ക് മാനസിക സമാധാന സന്തോഷങ്ങൾ കിട്ടാനായിക്കൊണ്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ ദേഹകർമ്മ മുട്ടുകളൊക്കെ തീർക്കും. അതിനുശേഷം അവിടെയും ഒരു ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കും. ഇപ്പോൾ പറഞ്ഞ വഴിപാടുകളൊക്കെ ഈ ശത്രുദോഷങ്ങൾ തീർക്കാനാണ്. തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരിധിവരെ സർവ്വ ശത്രുദോഷം തീർത്തുകൊണ്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായിക്കൊണ്ടും ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്നുകൂടി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മകരമാസത്തിൽ എടുത്തു പറയേണ്ട ചില സ്ഥിതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ഉയർച്ചകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തികളിൽ നിന്ന് ഉയരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരിൽ തന്നെ വരാതെ കണ്ട് നോക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് പൊതുവെ നല്ല ഒരു സ്ഥിതിയിലായിക്കൊണ്ട് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം 12-ാം തീയതി വരെയാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 ആഴ്ച, അതായത് ഏകദേശം ഫെബ്രുവരി ആദ്യത്തെ ഒരാഴ്ച എന്ന് വരുമ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഈ വഴിപാട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ വേഗത്തിലും മാറ്റങ്ങൾ ഉണ്ടാവാം എന്നാണ് പറയേണ്ടത്. മനപ്രയാസങ്ങൾ തീരാനും ക്ഷേത്ര ദർശനവും കഴിയും വഴിപാടായിക്കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടും മനോപ്രാർത്ഥന കൊണ്ടും അവർ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് കർക്കിടക രാശിയിൽ പുണർദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം അങ്ങനെ 2/4 ഭാഗം നക്ഷത്രക്കാരാണ്. ഈ 2/4 ഭാഗം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കർക്കിടക രാശിയിൽ തന്നെയാണ് ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൊവ്വ ഒരു പ്രധാന സമയം കൂടിയാണ്. അതായത് പാദച്ചൊവ്വ അതുപോലെ തന്നെ ഈ മകരച്ചൊവ്വ എന്നൊക്കെ പറയുന്നതിൽ മകരമാസത്തിൽ വരുന്ന ചൊവ്വ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ചൊവ്വയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൂടിയൊരു സമയമാണ്. പക്ഷേ ചൊവ്വയുടെ സ്ഥാനം മാറിക്കൊണ്ട് കർക്കിടകത്തിൽ വരുമ്പോഴോ അത് നീചഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക രാശിയിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പുണർദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം തുടങ്ങി 2/4 ഭാഗം നക്ഷത്രക്കാർക്ക്
ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമാധാന കുറവുകൾ വരണമെന്ന് പറയാം. അങ്ങനെ സമാധാന കുറവുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് വിഷമങ്ങൾ സംഭവിക്കും. ഈ സമാധാനക്കുറവ് വരിക എന്ന് ഉദ്ദേശിക്കുന്നത് ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ വാക്ക് തർക്കങ്ങളോ അതുപോലെ തന്നെ ചെറിയ ബഹളങ്ങളോ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ദ്രവ്യം അല്ലെങ്കിൽ ധനം സംബന്ധിച്ച് ചില തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഇവർക്ക് പ്രധാനമായിട്ട് കർമ്മസ്ഥാനത്ത് അത്ര വലിയ ദോഷമില്ല താനും, അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത്. അപ്പോൾ ഈ തൊഴിൽ രംഗത്ത് ശത്രുക്കളുണ്ടാവാം, പക്ഷേ തൊഴിലിനോട് ശത്രുത ഇല്ലെങ്കിലും കൂടെ നിൽക്കുന്നവരെ ഭയപ്പെടുന്നൊരവസരങ്ങൾ സൂക്ഷിച്ച് ചിന്തിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരങ്ങളുണ്ട് താനും. അതുപോലെ തന്നെ ഇവർക്ക് കുംഭത്തിലെ ശനിയിൽ നിന്ന് വരുമ്പോൾ 6ാം ഭാവമാണ്, ശനിക്ക് ശത്രുസ്ഥാനത്തായിട്ടാണ് വരിക. പ്രത്യേകിച്ചും ഈ മകരമാസത്തിൽ കൂടി ആവുമ്പോൾ ശനിയുടെ ഗ്രഹത്തിൽ ആണ്, കുംഭൻ രാശിയിലാണ് ശനി സഞ്ചരിച്ചു നോക്കുന്നത്. ശനി ചൊവ്വ പരസ്പര ദൃഷ്ടി ഭാവദോഷങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ നീച ചൊവ്വയായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് ശാരീരികമായിട്ടും ഒരു ചില ബുദ്ധിമുട്ടുകൾ വരാം എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ശാരീരികമായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അധിക വർഷവും നീർദോഷങ്ങൾ, അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ ശാരീരിക ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവാം. ഇതിന് അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചും അതുപോലെ തന്നെ കർമ്മസ്ഥാനത്തെ കണ്ടുകൊണ്ട് വരുന്ന ശത്രുദോഷങ്ങൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് ചൊവ്വയ്ക്കൊരു വഴിപാട് കഴിക്കുക. ചൊവ്വ എന്നുള്ളത് ഭഗവതി തന്നെയായിട്ടാണ് കാണുന്നത്. അത് തട്ടകത്തിൽ ഭഗവതിക്ക് ഒരു ഭഗവത് സേവ വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ സമാധാന സന്തോഷത്തോടെ അതിൽ ഒരു ദേഹപുഷ്പാഞ്ജലിയും കഴിക്കാം. അത് ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ഒരു ധാര വഴിപാട് കഴിക്കാം, ഒരു കൂവളം മാലയും. അപ്പോൾ അതും ഒരു പരിധിവരെ അലങ്കാരവും അതുപോലെ തന്നെ മനസമാധാനത്തിലുള്ള ധാരയും, ഇത് 2 വഴിപാടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കഴിയും വിധത്തിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കുക. തീർച്ചയായിട്ടും ഈ ശിവക്ഷേത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിലും ഈ 2 വഴിപാട് കൊണ്ട് തന്നെ കർക്കിടക രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ മകരമാസത്തിൽ സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്ന ചില അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പല പുതിയ പ്രവൃത്തികളും മുന്നിട്ട് വരാവുന്ന സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കാണുന്നവരിൽ ചില ശത്രുതാഭാവങ്ങൾ വരുത്തുന്ന അവസരങ്ങളുണ്ടാവും. പുതിയ തൊഴിൽ രംഗങ്ങളോ അല്ലെങ്കിൽ ഒരു ഉപതൊഴിലോ കിട്ടേണ്ട അവസരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നേതൃത്വ ഭാവങ്ങളിൽ എത്തിപ്പെടുന്ന അവസരങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെ കീഴ് ജീവനക്കാരാണെങ്കിലും ചില ശത്രുതകൾ വരുത്തുന്നവരെയാണ്. അതായത് ജോലിയിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് പരസ്പര മനസ്സുകൊണ്ട് വിരുദ്ധങ്ങളാവുന്ന അവസരങ്ങളുണ്ടാവാം. അപ്പോൾ മുന്നിലില്ലെങ്കിലും പിന്നിൽ കൂടെ ഒരു ശത്രുത വരികയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചില അവസരങ്ങളുണ്ടാവാം. ഇതൊക്കെ മാറി സമാധാനപൂർവ്വം സന്തോഷത്തോടെ എത്തിപ്പെടാൻ ഈ ചിങ്ങൻ രാശിയുടെ അധിപൻ പറയുന്നത് സൂര്യനാണ്. സൂര്യൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മകരൻ രാശിയിലാണ് തന്നെ. അപ്പോൾ സൂര്യൻ എന്ന ഗ്രഹത്തിനെ ഒരു സമാധാനപ്പെടുത്തുന്ന വഴിപാടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സൂര്യൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ഒരു നിവേദ്യം, ശിവഭഗവാന് ഒരു നിവേദ്യം, അതുപോലെ തന്നെ ഒരു കടാവളക്ക് ആയുർദോഷങ്ങളില്ലാതിരിക്കാൻ, അതുപോലെ തന്നെ കൂവളമാല പുഷ്പാഞ്ജലി. ഇത് ഈ ശത്രുദോഷത്തിനെ അതിജീവിച്ചുകൊണ്ടും സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വഴിപാട് തന്നെയാണിത്. കൂവളമാല ശിവന് ഏറ്റവും പ്രീതിപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ്. അപ്പോൾ കൂവളമാല വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്ന് തീർച്ചയായിട്ടും ഒരു വിജയം കിട്ടിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ ദേഹ കർമ്മ ശത്രുമുട്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിന് തീർക്കുക. തീർച്ചയായിട്ടും ഈ 2 ക്ഷേത്ര വഴിപാട് കൊണ്ടുകൊണ്ട് തന്നെ ഇവരുടെ സർവ്വകാര്യ വിജയങ്ങളും സന്തോഷവും സമാധാനവും കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ ചിങ്ങൻ രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് മകരം മാസം സന്തോഷവും സമാധാനവും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കന്നിരാശി. കന്നിരാശിയിൽ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം ചിത്ര, അതുപോലെ തന്നെ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം അത്തം,
ചിത്ര അരഭാഗം, അങ്ങനെ 2.25 ഭാഗം വരും. അപ്പോൾ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനസിക ചെറിയ പ്രയാസങ്ങളുണ്ടാവും. അത് കുടുംബ ബന്ധങ്ങളിലെ ആരെങ്കിലും കുറിച്ചുകൊണ്ട് ചെറിയ ചില ദേഹദോഷങ്ങളോ അതുപോലെ തന്നെ സങ്കടങ്ങളോ വരുന്ന അവസരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധിച്ച് ശത്രുദോഷങ്ങൾ വരാം. അത് തീർച്ചയായിട്ടും ഇവർക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു അവസരം തന്നെയാണ്. അതുപോലെ തന്നെ അപകടങ്ങൾ വരാവുന്ന സാധ്യതകളുണ്ട്. അത് വളരെ വലുതല്ലാതെ ചെറുതായി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ കന്നി രാശിയിൽ വരുന്നതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. അതുപോലെ തന്നെ ഇവർക്ക് നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്ന ചില കാര്യങ്ങളിൽ തർക്ക തടസ്സ ദോഷങ്ങൾ വരുത്തുന്നതിനും ഒരു പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് ശാസ്താവിന് നീരാഞ്ജന വഴിപാട് കഴിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു അട, അതുപോലെ തന്നെ വിളക്ക് മാല വഴിപാട് കഴിക്കുക. ഇതൊക്കെ ശാസ്താവിനെ വെച്ചാൽ അയ്യപ്പനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വഴിപാട് കഴിക്കുക. അപ്പോൾ നേതൃത്വ പടവത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നതും സമാധാനപൂർവ്വം എത്തിപ്പെടും. പിന്നീട് വരുന്നത് ഈ കന്നിരാശിക്കാരെ കുറിച്ചുകൊണ്ട് ഏറ്റവും സമാധാനം കുറയുന്നത് ഇവരുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളാണല്ലോ. അപ്പോൾ അത് ബുധൻ ആണ്. കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. അതുകൊണ്ട് തന്നെ ബുധനായിക്കൊണ്ട് ഒരു വഴിപാട്, അത് പാനകം വഴിപാട്, അതായത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അത് കഴിക്കില്ല, നരസിംഹഭാവ ക്ഷേത്രത്തിൽ പാനകം വഴിപാട് കഴിക്കുക. അതേപോലെ തന്നെ ദേവന് ഒരു നിവേദ്യം പാൽപ്പായസം തുളസിമാല കഴിക്കുക. അതോടുകൂടെ തന്നെ ഈ ശത്രുദോഷത്തിന് ഈ 2 ക്ഷേത്ര വഴിപാട് കൊണ്ട് തന്നെ കന്നിരാശിക്കാരെ കുറിച്ച് വരുന്ന ഈ ക്ഷേത്ര വഴിപാട് കൊണ്ട് തന്നെ എല്ലാ തർക്ക തടസ്സത്തിനും ഒരു പരിധിവരെ മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ വരുന്നവരെ കുറിച്ചുകൊണ്ട് വ്യാകുലപ്പെടുക, അസുഖങ്ങൾ വരിക, അതുപോലെ തന്നെ സന്താനങ്ങളെ കുറിച്ചുകൊണ്ട് വിഷമങ്ങൾ വരിക, അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ചുകൊണ്ട് വിഷമം വരിക, ഇതൊക്കെ ഉണ്ടാവുന്ന ചില സ്ഥിതികളാണ്. അതിനാണ് ഈ പറഞ്ഞ വഴിപാട് ശാസ്താവെങ്കിൽ നീരാഞ്ജനം വഴിപാടും സ്വയം രക്ഷയ്ക്കായിക്കൊണ്ട് പ്രാർത്ഥനാ മന്ത്രങ്ങളും ചെല്ലാമെന്നാണ് പറയുക. പ്രാർത്ഥനാ മന്ത്രങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ശാസ്താവിൻ്റെ ആവാം, അതുപോലെ തന്നെ വിഷ്ണു നാമത്തിലുള്ളതാവാം. ഈ 2 നാമ ശബ്ദങ്ങൾ മന്ത്രജപങ്ങളായി കൈവരിക്കാൻ കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് തുലാരാശി. തുലാരാശിയിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ്. അതായത് ഒരുപാട് നേട്ടങ്ങളായിട്ടാണ് കാണേണ്ടത്. ഉദ്ദേശ കാര്യങ്ങൾ ഉദ്ദേശ പോലെ തന്നെ നടത്താൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ അത്ഭുതപൂർവമാവുന്ന ചില വിജയങ്ങളും അതുപോലെ തന്നെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാമെന്നാണ് പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് അതുകൊണ്ട് ചില കോട്ടങ്ങളും വരാമെന്നാണ്. അതായത് വളരെ വേണ്ടവർ തന്നെ ഇവർക്ക് ശത്രുതയും വരും. ഇത് ധനം കൊണ്ടോ അല്ലെങ്കിൽ ഇവർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്ന സമ്പാദ്യ വസ്തു കൊണ്ടൊക്കെ തന്നെയാണ് സംഭവിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂർണ്ണമായ സന്തോഷം കിട്ടില്ല. ഭവനം വിട്ട് താമസിക്കാൻ പറ്റുന്ന ചില സ്ഥിതിയിലൊക്കെ കലഹങ്ങളോട് സംഭവിക്കാം എന്നും കാണേണ്ടതാണ്. അപ്പോൾ അല്ലെങ്കിൽ തത്സമയം ഭവനം മാറി താമസിക്കാം. എന്നാൽ ഇവർക്ക് പുതിയൊരു ഭവനത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസരങ്ങളും വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയൊരു ഭവനത്തിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം കൂടിയായിട്ട് തന്നെയാണ് കാണേണ്ടത്. മകരം അതിന് പറ്റുന്നതാണ്. കുംഭം ചിന്തിക്കാനൊക്കെ പറ്റും. മീനത്തിൽ പ്രായോഗികമാവുന്ന അവസരങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ തുലാം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരങ്ങളുണ്ടാവാം. എന്നാൽ എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ തന്നെയാണ് താനും. അപ്പോൾ ഈ ഗുണങ്ങൾ കിട്ടുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ധനസമ്പാദ്യ വ്യവസ്ഥ. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കേണ്ടത് തൊഴിൽപരമായിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് പെട്ടെന്നൊരു ധനസമ്പാദ്യ വ്യവസ്ഥകൾ കൂടേണ്ടത്. അപ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാവുക. എന്നാൽ ചെറിയൊരു തൊഴിലോ അല്ലെങ്കിൽ ജോലിയോ കിട്ടുന്ന ആൾക്കാർ നിരന്തരമായ ഒരു സമ്പാദ്യ വ്യവസ്ഥയിൽ നിന്ന് വലുതായ ഒരു നേട്ടങ്ങൾ ഉണ്ടാവില്ല, എങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അത് വളരെ ദോഷം വരുന്നൊരവസരത്തിൽ നീങ്ങില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പറയത്തക്ക ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കിട്ടുന്ന ഒരവസരങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഈ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർക്ക് ദേഹദോഷങ്ങളോ അല്ലെങ്കിൽ ഞരമ്പുകളെ സംബന്ധിച്ച ദോഷങ്ങളോ ഒക്കെ ഉണ്ടാവാമെന്നാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ തീർച്ചയായിട്ടും ദൈവാധീനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ നീചശനിക്കായിക്കൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ധാരയും വിളക്ക് മാലയും അതുപോലെ തന്നെ കൂവളമാല, അത് ദേവന് വിശിഷ്ടമാണ്. അതുപോലെ തന്നെ കടാവിളക്ക് ആരോഗ്യ സമാധാനത്തിനാണ്, നിവേദ്യം കൂടി സമർപ്പിക്കുക. അപ്പോൾ ഇവർക്ക് ഒരു പരിധിവരെ മാറ്റങ്ങൾ വരും. പിന്നീട് ഇവർക്ക്
രണ്ടാം ഭാവം അല്ലെങ്കിൽ വാക്ക് പ്രവൃത്തി കൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് സരസ്വതി പോലുള്ള ക്ഷേത്രങ്ങളിലെ വിദ്യ സൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുക. അത് വിദ്യാർത്ഥികൾക്കും നല്ലതാണ്, അതുപോലെ തന്നെ വാക്കുകൊണ്ട് വരുന്ന ശത്രുദോഷത്തിനും നല്ലതാണ്. അത് ഇവരുടെ ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് കഴിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരുപാട് മാറ്റങ്ങളുണ്ടായി സന്തോഷത്തോടെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വൃശ്ചിക രാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇങ്ങനെയാണ് 2/4 ഭാഗം. ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മനസ്സമാധാനങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇവർ തൊഴിൽപരമായിട്ട് ചില വിചാരിക്കാത്ത ഒരു നഷ്ടങ്ങളും സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. അത് ലഗ്നാധിപനും ഇവരുടെ 2ാം ഭാവാധിപൻ തന്നെ രാശിയിലും വരുന്ന ചില വികൃത ആഭാസങ്ങളാണ് കാരണങ്ങൾ. അത് ഇവരുടെ കാരകത്വം അത് ചൊവ്വ തന്നെയാണ്. ചൊവ്വ നിൽക്കുന്നതാണെങ്കിലോ അടിസ്ഥാനമായിട്ട് കർക്കിടക രാശിയിലാണ്. അതുകൊണ്ട് തന്നെ അത് ചൊവ്വ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീചത്തിലാണ്. എന്നാൽ ഈ മകരത്തിൽ ചൊവ്വയ്ക്ക് ഒരു അവസ്ഥാമാറ്റങ്ങളൊക്കെ വരുന്നതും അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാതെ പ്രയാസങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് കാണേണ്ടത്. അത് 2ാം ഭാവം കൊണ്ടും ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനായിക്കൊണ്ട് ഇവർ ചെയ്യേണ്ട വഴിപാട് തീർച്ചയായിട്ടും ഇവർക്ക് പൂർണ്ണമായ സമാധാനം കിട്ടാനും ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പൂജ കഴിക്കുക. തീർച്ചയായിട്ടും സമാധാനം കിട്ടും. ഭഗവതിക്ക് ചൊവ്വയ്ക്കും നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവാധിപൻ ശുക്രനാണ്. ഇത് ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിൽ വഴിപാട് കഴിക്കുക നിവേദ്യമായിട്ട്. അതുപോലെ തന്നെ നെയ് വിളക്ക് കഴിക്കുക, വെറ്റിലമാലയും. അപ്പോൾ ഈ 2 വഴിപാട് കൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഒരുപാട് ദോഷങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരമാണ്. പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിയൊന്നും എടുത്തു പറയേണ്ട സ്ഥിതിയിൽ തന്നെയാണ്. ഏത് സ്ഥലത്ത് എത്തിപ്പെടാനും കഴിയുന്ന ഒരു വിശേഷം തന്നെയാണ് ഹനുമാൻ സ്വാമിക്കുള്ളത്. അപ്പോൾ ഈ വഴിപാട് തീർച്ചയായിട്ടും നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത്. മറ്റൊന്ന്, സർവത്ര ശത്രുദോഷത്തിനെ തീർക്കാനും ചൊവ്വ കാരകത്വത്തിൽ വരുന്ന ചൊവ്വയുടെ അവസ്ഥാദോഷങ്ങൾ മാറാനും ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ വഴിപാടും ഒരു പരിധിവരെ പ്രയോജനമാണ്. അപ്പോൾ ഈ വൃശ്ചിക രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ 2/4 ഭാഗം അവർ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഈ നക്ഷത്രക്കാരെക്കുറിച്ച് അറിയാതെ വരുന്ന ശത്രുദോഷത്തിനും അതുപോലെ തന്നെ ധനനഷ്ടത്തിനുമൊക്കെ ദേഹദോഷത്തിനും പരിഹാരങ്ങളാണ്. ഇവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ദേഹദോഷങ്ങളായിട്ടാണ് കാണേണ്ടത്. അത് എല്ലാവർക്കും ഒന്നും ഉണ്ടായില്ലെങ്കിലും പ്രായാധിക്യങ്ങൾ അതുപോലെ തന്നെ ദശാകാല അപകാര ദോഷങ്ങൾ കൊണ്ടൊക്കെ വരാവുന്ന ചില സ്ഥിതിയിലാണ്. അതിന് തീർച്ചയായിട്ടും ഇവർ ക്ഷേത്ര പ്രാർത്ഥനകൾ തന്നെയാണ് അതിന് വളരെ സമാധാനം കിട്ടുന്ന അവസരത്തിൽ കൊണ്ടെത്തിക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് പൂർണ്ണമായ സന്തോഷ സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകരമാസം ഇവർക്ക് സന്തോഷമാവട്ടെ. അടുത്തതായിട്ട് ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ ശത്രുതയും വരും. അപ്പോൾ ഇത്തരത്തിൽ നേട്ടങ്ങളും ശത്രുതയും ഒരുമിച്ച് വരുന്ന അവസരങ്ങളിൽ ഇവരുടെ വിജയത്തെ കണ്ടുകൊണ്ട് അസൂയപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. അതുപോലെ തന്നെ ഇവർക്ക് ഭവന ചിന്തയിൽ അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ ഉള്ളിലെ പരസ്പര വാക്ക് തർക്കങ്ങളോ ദോഷങ്ങളോ വരിക, അതുകൊണ്ടും മനപ്രയാസങ്ങൾ വരാമെന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചോണമെന്നില്ല. എങ്കിലും ഒരു ചില ആളുകൾക്ക്, ധനുരാശിയിൽ വരുന്ന ഒരു ചില ആളുകൾക്ക് മനപ്രയാസങ്ങളും ദുരിതങ്ങളും വരുന്നതും അതിനെ മറികടക്കാനായിക്കൊണ്ട് ഇവരിലെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ വരുത്തുന്നത് 6ലെ വ്യാഴം തന്നെയാണ്. അപ്പോൾ വ്യാഴത്തിനെ സംപ്രീതിക്കായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, നെയ്വിളക്ക്, അതുപോലെ തന്നെ തുളസിമാല വിഷ്ണുവിനെ കഴിക്കുക വ്യാഴദോഷത്തിന്. അതുപോലെ തന്നെ പിന്നീട് ഇവർക്ക് മാനഹാനിയോ തർക്കങ്ങളോ തടസ്സങ്ങളോ വരാമെന്നാണ് പറയുക. അത് ഇവരുടെ 4ാം ഭാവം തറവാട്, അതിൽ ശുക്രരാശി പ്രകാരമാണ് കാണുന്നത്. അപ്പോൾ അതിൽ ശരിക്കും ശുക്രനായിക്കൊണ്ടൊരു വഴിപാട് ചെയ്യുമ്പോൾ അത് പ്രീതി, സമാധാന, സന്തോഷത്തിന് ഹനുമാൻ സ്വാമിക്ക് കഴിയുന്ന ഒരു വഴിപാട് കഴിക്കുക. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പാലാഭിഷേകങ്ങളും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ട വഴിപാടായിക്കൊണ്ട്
കഴിയുന്ന പോലെ ഒന്ന് കഴിക്കുക. അത് ഇവരുടെ സർവ്വ തടസ്സദോഷത്തിൻ്റെയും കാരണങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരവും. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് അല്ലെങ്കിൽ പാലാഭിഷേകം, പായസം, അതുപോലെ തന്നെ നിവേദ്യങ്ങളും അഭിഷേകങ്ങളും തുളസിമാലയും ഒക്കെ സമർപ്പിക്കുന്നതും തീർച്ചയായിട്ടും ഒരു നല്ല ബലം കിട്ടുന്ന വഴിപാട് കർമ്മങ്ങളാണ്. ഇതോടുകൂടെ തന്നെ ഈ 2 ക്ഷേത്രത്തിലും ദേഹപുഷ്പാഞ്ജലി കൂടി കഴിക്കാം. ഹനുമാൻ സ്വാമിക്കും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും. തീർച്ചയായിട്ടും ഈ ധനുരാശിയിൽ വരുന്ന വിഘ്ന ദോഷങ്ങൾ, അതുകൊണ്ട് തന്നെ അറിയാതെ വരുന്ന മുൻകോപദോഷങ്ങൾ, വാക്ക് തർക്കങ്ങളൊക്കെ ഇവരെ തേടി വരുന്ന പറയാം. അപ്പോൾ ഇവരൊന്നും ചെയ്തില്ലെങ്കിൽ തേടി വരും. ഇതിന് ഒരു പരിഹാരാർത്ഥമായിക്കൊണ്ട് തന്നെ ഈ വഴിപാട് ധാരാളം ഇവരെ അനുഭവ ഗുണങ്ങളായി എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. മകരമാസം ഈ ധനുരാശിക്കാർക്കും സന്തോഷ സമാധാനങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് മകരം രാശിയിലെ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരം രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോവേദനകൾ ഇവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും, 7 ശനി ദുരിതദോഷങ്ങളും, അതുപോലെ തന്നെ മനപ്രയാസങ്ങളും ദേഹദോഷങ്ങളും ഇവരെ സദാ വേട്ടയാടുന്ന അവസരങ്ങളും, ഇവർ കൈയാളുന്ന വിഷയങ്ങളിലെ ചില പേരുദോഷങ്ങളോ അല്ലെങ്കിൽ കാര്യസഹായത്തിനായിക്കൊണ്ട് ചെയ്ത ചില ശരിയല്ലാത്ത വാക്ക് കേൾക്കേണ്ട അവസരങ്ങളോ ഒക്കെ സംഭവിക്കാമെന്ന് പറയാം. മാനഹാനികൾ വരിക, അല്ലെങ്കിൽ മറ്റൊരാൾ മുഖേന തന്നെ ചില മനോവിഷമങ്ങൾ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഇവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നതും തീർച്ചയായിട്ടും ആപത്തുകളിൽ നിന്നും പെടാതിരിക്കാനും വാഹനയാത്ര വളരെ സൂക്ഷ്മതയോടെ പോകുന്നതും, അതുപോലെ തന്നെ സർവ്വസമാധാന സന്തോഷം കിട്ടാനായിക്കൊണ്ട് ഇവർ ചൊവ്വ പോലുള്ളൊരു ഭഗവതി ഉണ്ട്. അപ്പോൾ ചൊവ്വ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ ഇവരെ ഗുരുതി പൂജകൾ കഴിക്കാം. അപ്പോൾ ഈ മകരത്തിൽ വരുന്ന ചൊവ്വയെ കൊണ്ടുള്ള നീചഭാവങ്ങളും, ഇത് ശരിക്കും പറഞ്ഞാൽ മകരത്തിൻ്റെ അധിപനായി വരുന്നത് ശനിയാണ്. അപ്പോൾ ശനിക്ക് പ്രീതിക്കായിക്കൊണ്ട് പിന്നീട് ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താവിങ്കിൽ, ഇത് രണ്ടും ദോഷങ്ങളില്ല. അപ്പോൾ ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ വഴിപാട് പോലെ തന്നെ ശാസ്താവിനും അതുപോലെ തന്നെ നെയ്വിളക്ക് വഴിപാട് കഴിക്കാം. അത് ഒരു പരിധി വരെ സമാധാനം കിട്ടും. അപ്പോൾ ഈ ഗുരുതി പൂജ എന്ന് പറയുന്നത് സർവത്ര ശത്രുദോഷത്തിനാണ്. അതുപോലെ തന്നെ ശാസ്താവിന് അതുപോലെ തന്നെ നെയ്വിളക്ക് സമാധാനമായിക്കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും 7 ശനി ദോഷത്തിനും ഉതകുന്ന ഒരു വഴിപാട് തന്നെയാണ്. അപ്പോൾ ഈ ശാസ്താവെങ്കിൽ നീരാഞ്ജനം വഴിപാടും ദേഹപുഷ്പാഞ്ജലിയും കഴിക്കാം. തീർച്ചയായിട്ടും ഇവർക്ക് അത്ഭുതപൂർവമാവുന്ന ചില മനസ്സമാധാനങ്ങളും സന്തോഷങ്ങളും കിട്ടിക്കൊണ്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ഈ മകരമാസം ഇവർക്ക് സന്തോഷം നിറഞ്ഞാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുംഭൻ രാശിയിലെ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം, പൂരോട്ടാതി 3/4 ഭാഗം ചേർന്ന് വരുന്ന നക്ഷത്ര വിഭാഗങ്ങൾക്ക് ജന്മശനി കൊണ്ട് ചില ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ 2-ാം ഭാവം വാക്ക്, പ്രവൃത്തി, കർമ്മം അത്ഭുതപൂർവമാവുന്ന ചില നേട്ടങ്ങളുണ്ട്. എന്നാൽ ജന്മശനി കൊണ്ട് ദേഹദോഷങ്ങളുണ്ട് പറയും. അപ്പോൾ ജന്മശനിക്കായിക്കൊണ്ട് ദോഷങ്ങൾ തീർക്കാനായിട്ട് ക്ഷേത്രത്തിൽ തന്നെ ശനിദോഷ പരിഹാര പൂജകളോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ജലധാരയോ കൂവളമാല അലങ്കാരത്തിനായിക്കൊണ്ടും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ദേവനൊരു നിവേദ്യവും കൂവളമാലയും സമർപ്പിക്കാം. അതുപോലെ തന്നെ ശാസ്താവിനും ഒരു കഴിയും വഴിപാട് കഴിക്കാം. ഈ 30 ശനിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതങ്ങൾ ഒക്കെ എടുക്കുന്നത് ഇവർക്ക് വളരെ സമാധാനം കിട്ടുന്ന അവസരങ്ങളും അസുഖങ്ങൾക്ക് ഒന്ന് മാറി നിൽക്കാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികളാണെങ്കിലും നീർക്കെട്ട് ദോഷങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളൊക്കെ വരാമെന്ന് പറയാം. തീർച്ചയായിട്ടും വ്രത അടിസ്ഥാനത്തോടെ പോകുമ്പോൾ ഇതിന്നൊക്കെ ഒരു പരിധിവരെ പൂർണ്ണമായ സമാധാനം കിട്ടും. പിന്നെ ഇവരിൽ നിന്ന് തന്നെ ശത്രുത ഉണ്ടാവുന്ന പറയും. അതായത് ഇവർ പറയുന്ന വാക്കുകൊണ്ട് തന്നെ ഒരു ശത്രുത വരും. അത് ഇവർക്ക് അലങ്കാരത്തിനായിട്ടോ അല്ലെങ്കിൽ ചില വാക്ക് നീട്ടിക്കുറിച്ചുകൊണ്ടോ പറയുന്ന അവസരങ്ങൾ അവർ വളരെ സ്നേഹത്തോടെ പറയുന്നതാണെങ്കിലും കേൾവിക്കാർക്കത് ഒരു അരാജകത്വങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കലഹങ്ങൾ ഉണ്ടാവാമെന്ന് പറയാം. അപ്പോൾ ഇതിനെ
വിഘ്നദോഷങ്ങളാണ് അതിന് പറയുക. അതായത് ഇതിന് ഗണപതിക്കൊരു വഴിപാട് കഴിക്കുക, കഴിയും വഴിപാട് മതി. ക്ഷേത്ര ദർശനം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഗണപതിക്ക് കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും പിന്നീട് ശിവക്ഷേത്രത്തിലെ നേരത്തെ പറഞ്ഞ വഴിപാട് കഴിച്ചുകൊണ്ടും ശനിയാഴ്ച വ്രതങ്ങളും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മനസമാധാനങ്ങളും സന്തോഷങ്ങളും കിട്ടുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കിട്ടുന്ന തൊഴിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കൊണ്ട് വിഷമിക്കേണ്ട. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ചെറിയ ചില മാറ്റം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരാം. ഇതിനെ തീർച്ചയായിട്ടും ഇവർ ഗണപതിക്ക് ഒരു വഴിപാട് കഴിക്കാം. വിദ്യാർത്ഥികളാണെങ്കിൽ അത് ഗണപതിക്ക് കറുകമാല, നെയ്വിളക്ക്, ഒറ്റപ്പം വഴിപാട് കഴിക്കാം. വിദ്യാർത്ഥികളാണെങ്കിൽ അതവർക്ക് വിജയത്തിനും കൂടി ഗണപതി മന്ത്രങ്ങൾ ചൊല്ലുന്നതും വളരെ വിശേഷമാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ചതയം നക്ഷത്രക്കാർക്ക് വരുന്ന ദോഷങ്ങളും മൊത്തത്തിൽ കുംഭൻ രാശിയിൽ വരുന്ന അനിഷ്ടദോഷങ്ങൾക്കും ജന്മശനി ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരങ്ങളായിക്കൊണ്ട് മകരം മാസം ഇവർക്ക് സമാധാന സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മീനൻ രാശി അല്ലെങ്കിൽ മീനക്കൂറിൽ പൂരോരട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി രേവതി, ഇങ്ങനെയാണ് 2 ഭാഗം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് ചില നേട്ടങ്ങളോ ചെയ്യുന്ന തൊഴിലിൽ അത്ഭുതപൂർവമാവുന്ന ചില വിജയങ്ങളൊക്കെ ഉണ്ടാവാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പറയത്തക്ക ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഇവർക്ക് ശുക്രകാരകത്വം അല്ലെങ്കിൽ ശുക്രൻ്റെ സഞ്ചാരകാലങ്ങളിലെ ചെറിയ ചില ദോഷങ്ങൾ, അതായത് ഇതിപ്പോൾ ചരരാശിയാണല്ലോ, അപ്പോൾ അതിൽ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ബാലികളോ അല്ലെങ്കിൽ ബാലന്മാരോ അല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് മാനഹാനികളോ തർക്കങ്ങളോ ദോഷങ്ങളോ കൂടി സംഭവിക്കാം ചില സാധ്യതകളുണ്ട് എന്നേ കാണുന്നുള്ളൂ. എങ്കിലും ഇവരെ ആത്മസംയമനത്തോടു കൂടെ തന്നെ സന്തോഷപൂർവ്വം ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും ചില മാറ്റങ്ങൾ വരാമെന്നാണ് പറയുക. വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ഒരു ദോഷങ്ങളും സംഭവിക്കാതെ മുന്നോട്ട് പോകാനും പിന്നീട് ഇവർക്ക് പൂർണ്ണമായ സന്തോഷ സമാധാനത്തോടെ എത്തിപ്പെടാനും എല്ലാം വിജയിച്ചുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാനും ശുക്ര എന്ന ഗ്രഹത്തിനായിക്കൊണ്ട്, അതായത് ഹനുമാൻ സ്വാമിക്കായിക്കൊണ്ട് മുഖക്കാപ്പ് അങ്ങനെ ഒരു വഴിപാടുണ്ട്. മുഖക്കാപ്പ് വഴിപാട് കഴിച്ചുകൊണ്ടും ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ചൊവ്വാഴ്ച വ്രതങ്ങളെടുക്കുക, വെള്ളി ദിവസങ്ങൾ വ്രതങ്ങളെടുക്കുകയും ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ മന്ത്രങ്ങൾ ചെല്ലുന്നതൊക്കെ ഇതിന്നൊക്കെ ഒരു മാറാൻ പറ്റുന്ന ചില സ്ഥിതിയിലാണ് കണ്ടത്. പിന്നീട് ഇവരുടെ ഭാവം അല്ലെങ്കിൽ 2ാം ഭാവം തൊഴിൽ സംബന്ധിച്ച് വരുന്ന അനിഷ്ടദോഷങ്ങൾക്കൊക്കെ അത് ചൊവ്വ തന്നെയാണ് കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ചൊവ്വയ്ക്ക് അല്ലെങ്കിൽ തട്ടകത്തിൽ ഭഗവതിക്കുകയും കഴിയും വഴിപാടും ദേഹപുഷ്പാഞ്ജലിയും കഴിക്കാം. അല്ലെങ്കിൽ ഒരു നിവേദ്യം, വിളക്ക്, മാല, ദേഹപുഷ്പാഞ്ജലി, അത് തട്ടകത്തിലെ ഭഗവതിക്ക് തന്നെ ഉചിതമായ വഴിപാടാണ്. അപ്പോൾ ഈ ഹനുമാൻ സ്വാമിക്കും ഭഗവതിക്കും ഈ വഴിപാട് കഴിക്കുമ്പോൾ മീനൻ രാശിക്കാരെ കുറിച്ച് കൊണ്ട് കാണുന്ന വേവലാതികൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്ന പറയുക. ഇത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാമുട്ടും അതുപോലെ തന്നെ കാര്യസാധ്യ മുട്ടൊക്കെ തീർക്കുന്നതും ദേവീക്ഷേത്രത്തിൽ വളരെ സന്തോഷം കിട്ടുന്ന വഴിപാടുകളാണ്. എല്ലാ ദുരിതദോഷങ്ങളും ഇതോടുകൂടെ തീർന്നുകൊണ്ട് ഈ നക്ഷത്ര വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ മീനം രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്കും മകരമാസത്തിലെ വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതുവരെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നല്ല പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.